അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. രണ്ട് മരണവിവരമാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൂടാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. റിയാദിൽ വെച്ച് ഒരു പ്രവാസിയുടെ മരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഏറെ വേദനയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇന്ന് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നാടും വീടും വിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വിധിച്ചതാണ് പ്രവാസിയുടെ ജീവിതം. എത്രയെത്ര പ്രവാസികളാണ് അറ്റാക്ക് മൂലം മാത്രം മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബ് ആ പ്രവാസികളുടെയൊക്കെ ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പ്രവാസികളുടെ കുടുംബത്തിന് പടച്ചറബ്ബ് ഹിസ്സത്തും ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് പുല്ലാഞ്ഞിയോട് പള്ളിക്കിഴക്കതിൽ വീട്ടിൽ അബ്ദുൽ മാലിക്, 48 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. റിയാദിലെ എക്സിറ്റ് 14 ഒരു സ്വകാര്യ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മരണത്തിന് തലേ ദിവസം രാത്രി സുഹൃത്തുക്കളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു അത്രേ, എനിക്ക് നേരിയ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന്. അങ്ങനെ സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിരുന്നു അത്രേ. സൂചിപ്പിച്ചത് വെറുതെയല്ല. നാടും വീടും വിട്ടു നിൽക്കുന്ന ഓരോ പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു പ്രവാസിക്ക് ഒരു പ്രവാസിയെ മനസ്സിലാവുകയുള്ളൂ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് അവരവിടെ കഴിയുന്നത്. പോരാത്തതിന് നാട്ടിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞില്ലെങ്കിലും അത് വിളിച്ചറിയിക്കും. അങ്ങനെയൊക്കെ കൊണ്ട് തന്നെയാണ് ഓരോ പ്രവാസികൾക്കും ഈ അറ്റാക്ക് മരണം സംഭവിക്കുന്നത്. അവരെപ്പറ്റി ചിന്തിക്കുന്നില്ല, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഒക്കെ അവരുടെ കുടുംബവും അവരുടെ നാടുമാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒത്തിരി മനസ്സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസികളെ വിളിച്ച് ഒത്തിരിയെങ്കിലും നല്ല വിശേഷങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, പ്രവാസികളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പ്രവാസികൾ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് ഉറക്കത്തിലാണ്. സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു അത്രേ, എനിക്ക് വല്ലാതെ നെഞ്ചുവേദന വരുന്നു എന്ന്. അങ്ങനെ രാവിലെ ജോലി സ്ഥലത്ത് എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. തിങ്കളാഴ്ച രാവിലെ പതിവിലും സമയമായിട്ടും അബ്ദുൽ മാലിക് ജോലി സ്ഥലത്ത് എത്തിയിട്ടില്ല. മാലിക് ജോലി സ്ഥലത്ത് എത്താത്തതിനെ തുടർന്ന് മാലിക്കിൻ്റെ തൊഴിലുടമ താമസ സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. അന്ന് ഉറക്കത്തിൽ സംഭവിച്ച ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമികമായി പറയപ്പെടുന്നു. മയ്യത്ത് നിലവിൽ റിയാദിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം എത്രയും വേഗം മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, പ്രവാസികൾ മരണപ്പെട്ടാൽ ഈ നാട്ടിലെത്തിക്കുന്നത് തന്നെ. അതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ, അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചാൽ ആരും മരിച്ചവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുകയില്ല. ആ മയ്യത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നാട്ടിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് അറിഞ്ഞവരും പഠിച്ചവരും ആരും നാട്ടിലേക്ക് എത്തിക്കില്ല. ആ മയ്യത്തിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ ആരും അതിന് ശ്രമിക്കില്ല. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പിന്നെ ഏറെ വേദനയോടെ നമുക്ക് അറിയിക്കാനുള്ളത് ഈ ഒരു മോളുടെ മരണമാണ്. മലപ്പുറം സ്വദേശിയായ ഹാനിയ ഹായിഷ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അതിദാരുണമായ മരണമായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അപകട മരണമാണ്. ഹാനിയ ആയിഷക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഹൈദരാബാദ് മാതാപുരിയിൽ ശനിയാഴ്ച രാത്രി ഉണ്ടായ അതിദാരുണമായ വാഹനാപകടം. മലപ്പുറം സ്വദേശിനിയായ ഹാനിയ ആയിഷയാണ് ഇതുപോലെ മരണപ്പെട്ടത്. അപകടത്തിൽ ഹാനിയയുടെ ഭർത്താവ് അബ്ദുൽ ബാസിത്തിനും അതീവ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 26 വയസ്സാണ് പ്രായം. ഇദ്ദേഹം നിലവിൽ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത്. പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാക്കി കൊടുക്കട്ടെ, അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ശനിയാഴ്ച രാത്രി ഇവർ സിനിമ കണ്ട് സ്കൂട്ടറിൽ മടങ്ങി വരുന്ന ബൈക്കായിരുന്നു ഈ അപകടമുണ്ടായത്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മാതാപുരിയിലെ മൈൻഡ് സ്പേസിന് സമീപം വെച്ച് കർണാടക രജിസ്ട്രേഷനിലുള്ള ഒരു DCN വാന് ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആയിഷയുടെ ഭർത്താവ് ബാസിത്ത് റോഡിലേക്ക് അങ്ങ് തെറിച്ചു വീഴുകയായിരുന്നു. എന്നാൽ വാനിൻ്റെ അടിയിൽ കുടുങ്ങുകയായിരുന്നു ആയിഷ. വാനിനടിയിൽ കുടുങ്ങിയ ആയിഷയെയും സ്കൂട്ടറിനെയും ഡ്രൈവർ നിർത്താതെ പോയപ്പോൾ 1 കിലോമീറ്ററോളം ദൂരം വലിച്ചയച്ചുകൊണ്ടാണ് പോയത്.
സുബ്ഹാനല്ലാ. വഴിയിലുണ്ടായിരുന്ന യാത്രക്കാർ വാൻ പിന്തുടർന്ന് തടഞ്ഞെങ്കിലും ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ വാനിൽ കണ്ടെത്തിയത് വാനിലുണ്ടായിരുന്ന ക്ലീനറെയായിരുന്നു. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഡ്രൈവറിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ഇങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നടക്കുന്ന നടപ്പിലും കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും മരണം ഒളിഞ്ഞുകിടപ്പുണ്ട്. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ ഉണ്ടാകാൻ എല്ലാവരും ദുആ ചെയ്തോളൂ. ഈമാൻ വിട്ടുള്ള കളി ആരും കളിക്കല്ലേ പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയ ഈ 2 വ്യക്തികളുടെയും ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ പ്രവാസികൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.